വിധികർത്താക്കളെ, മാതാപിതാക്കളെ, ഉസ്താദുമാരെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം സ്നേഹം, ആദരവ്, ബഹുമാനം വിദ്യാർത്ഥികൾ പഠിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും എന്നതാണ്. വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ പുസ്തകങ്ങളിൽ നിന്ന് പഠിക്കുന്ന പാഠങ്ങളല്ല, നല്ല മാർക്കുകൾ നേടി വിജയങ്ങൾ കൈവരിക്കുന്നതുമല്ല, മനുഷ്യത്വവും മൂല്യങ്ങളും പഠിക്കുന്നതും പഠിപ്പിക്കുന്നതുമാണ് യഥാർത്ഥ വിദ്യാഭ്യാസം എന്നുള്ളത്. ആ മൂല്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്നേഹം, ആദരവ്, ബഹുമാനം. സ്നേഹം മനുഷ്യനെ മനുഷ്യനാക്കുന്നു. മറ്റുള്ളവരോട് കരുണ കാണിക്കുമ്പോൾ, അധ്യാപകരുടെ വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കുമ്പോൾ, സഹജീവികളെ ഉപദ്രവിക്കാതിരിക്കുമ്പോൾ, മാതാപിതാക്കളോട് ബഹുമാനം കാണിക്കുമ്പോൾ, ഇവിടെയെല്ലാം സ്നേഹമാണ് പൂത്തുലയുന്നത്. സ്നേഹം മനുഷ്യനെ ബന്ധിപ്പിക്കുന്ന ശക്തികളിൽ ഏറ്റവും വലിയ ശക്തിയാണ്. സ്നേഹമുള്ളിടത്ത് ഭയം വേണ്ട, ആശങ്ക വേണ്ട, കുഴപ്പങ്ങളില്ല. എന്ത് മനോഹരം! ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾ മറ്റുള്ളവരോട് സ്നേഹം കാണിക്കുക, കരുണ കാണിക്കുക, അല്ലാത്തവർ ഞങ്ങളിൽ പെട്ടവനല്ല എന്ന്. അടുത്തതായി ആദരവ്. അത് നമ്മൾ മറ്റുള്ളവർക്ക് നൽകുന്ന ഒരു അംഗീകാരത്തിന്റെ അടയാളമാണ്. നമ്മൾ മാതാപിതാക്കളോടും അധ്യാപകരോടും ഏറ്റവും കൂടുതൽ കാണിക്കേണ്ട മര്യാദയാണ് ആദരവ് എന്നുള്ളത്. ആദരവുള്ളിടത്ത് ഭയം വേണ്ട. അധ്യാപകർ നമ്മളെ ശിക്ഷിക്കുമ്പോൾ അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് നാം മനസ്സിലാക്കണം. അത് അവരോടുള്ള ആദരവാണ്. മാതാപിതാക്കൾ നമ്മോട് ശാസിക്കുമ്പോൾ അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ഖുർആനിൽ വന്നിട്ടുണ്ടല്ലോ, നമ്മൾ മാതാപിതാക്കളെ ആദരവോടെയും സൗമ്യത്തോടെയും പെരുമാറണമെന്ന്. ഹദീസ് തിർമിദിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു, നിങ്ങൾ ചെറുപ്പക്കാരോട് ആദരവ് പുലർത്തുക, നിങ്ങൾ മുതിർന്നവരോട് ആദരവ് പുലർത്തുക, അല്ലാത്തവർ എൻ്റെ സമൂഹത്തിൽ പെട്ടവരല്ല എന്ന്. അടുത്തതായി നമ്മൾ ഊന്നിപ്പറയേണ്ട വിഷയമാണ് ബഹുമാനം എന്നുള്ളത്. ബഹുമാനം അതൊരാളുടെ വ്യത്യാസങ്ങളും അഭിപ്രായങ്ങളും അംഗീകാരങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നതിൻ്റെ അടയാളമാണ്. ബഹുമാനം എല്ലാവർക്കും അർഹതപ്പെട്ടവനാണ്. അല്ലാഹു തആല മനുഷ്യരെ ബഹുമാനത്തോടെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരും ബഹുമാനത്തിന് അർഹതയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, സ്നേഹം, ആദരവ്, ബഹുമാനം എന്നീ മൂല്യങ്ങൾ ജീവിതത്തിൽ പകർത്തി വളർന്നവർ എന്നും സമൂഹത്തിന് മാതൃകയായിരിക്കും. മതപഠനശാലകളിൽ നിന്നും വിദ്യാലയങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നും പഠിച്ചു വളരേണ്ട നമ്മുടെ സമൂഹം നല്ല മൂല്യമുള്ളവരായി വളർന്നു വരട്ടെ. ഞാൻ ഉദ്ധരിച്ച സ്നേഹം, ആദരവ്, ബഹുമാനം എന്നീ വിശിഷ്ട മൂല്യങ്ങൾ നമ്മൾ പഠിക്കുക മാത്രമല്ല മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യണം. അതെങ്ങനെയാണ്? നമ്മുടെ വാക്കുകളിലൂടെ, നമ്മുടെ പ്രവർത്തികളിലൂടെ. ഉദാഹരണത്തിന്, നമ്മൾ നമ്മുടെ കൂട്ടുകാരോട് കരുണ കാണിക്കുക, അവരുടെ വെള്ളം തീർന്നാൽ നമ്മൾ നമ്മുടെ കയ്യിലുള്ള വെള്ളം കൊടുക്കുക. ഫോണും സോഷ്യൽ മീഡിയയും എല്ലാം മാറ്റിവെച്ച് കൂട്ടുകാരുടെ കൂട്ടത്തിലും മാതാപിതാക്കളുടെ കൂട്ടത്തിലും അല്പസമയം ചെലവഴിക്കുക. മുതിർന്നവരെ ബഹുമാനിക്കുക. അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഈ സ്നേഹം, ആദരവ്, ബഹുമാനം എന്നിവയ്ക്കാണ് പൂത്തുലയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളോട് ഒരാൾ എങ്ങനെയാണോ പെരുമാറാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുക. വർഷങ്ങൾക്ക് ശേഷം ആ മഹത് വാചകത്തിൽ നിന്നും അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് മനുഷ്യൻ പറയുന്നു, ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്. സ്നേഹം, ആദരവ്, ബഹുമാനം എന്നീ വിശിഷ്ട മൂല്യങ്ങൾ നാം നമ്മുടെ ജീവിതത്തിൽ പകർത്തണം. സ്നേഹമുള്ള ലോകം വളരെ മനോഹരമായിരിക്കും. ആദരവോടെ ചിന്തിക്കുന്നവന്റെ ലോകം വളരെ ഉചിതമായിരിക്കും. ബഹുമാനത്തോടെ മറ്റുള്ളവരെ കാണുന്നവന്റെ സമൂഹം വളരെ ഉന്നതമായ സമൂഹമായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരാമമിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.